ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഫർസൂസ് റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റ്യൂ ആണ്. റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഈ കറി എങ്ങനെ വളരെ ഈസിയായി നമ്മുടെ വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം. ഈ കറി റെഡിയാക്കാനായി ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഏലക്കായ, ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കണം. സ്റ്റ്യൂ റെഡിയാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും എരിവിനാവശ്യമായ 3-4 പച്ചമുളകും ചേർത്ത് എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ശേഷം ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. എന്നാൽ നമ്മുടെ കറി നല്ല വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ടീസ്പൂൺ പുളി കുറഞ്ഞിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ കുറച്ച് സമയം വഴറ്റിയെടുത്ത് ഇതിൻ്റെയൊക്കെ ആ പച്ച സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കോളിഫ്ലവർ ഏകദേശം 1/2 കപ്പോളം ഉണ്ടാവും. പിന്നെ 1 ക്യാരറ്റ്, 3-4 ബീൻസ്, പിന്നെ ഞാനിവിടെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വെള്ളത്തിൽ ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ശേഷം കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് വിസിലടിപ്പിക്കുക. എന്നിട്ട് മറ്റ് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനനുസരിച്ച് എടുത്താൽ മതി. കോളിഫ്ലവർ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ സോൾട്ട് ചേർക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ നന്നായി മിക്സാക്കി വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് കൂടുതൽ സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത്. 1.5 കപ്പോളം ഉണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൽ 1-ാം പാലും 2-ാം പാലും ഒന്നും ഞാൻ വേർതിരിച്ചിട്ടില്ല. എല്ലാം കൂടെ മിക്സാക്കി അതിൽ നിന്ന് 1 തേങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മാക്സിമം പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായി 2 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ 6-7 കാഷ്യൂനട്ട് ഇത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇങ്ങനെ ഈ അരപ്പിലേക്ക് ചേർക്കണം എന്നില്ല, സെപ്പറേറ്റ് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയെടുത്താലും മതി. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. പിന്നെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ അരപ്പിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ വൈറ്റ് കസ്കസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇവിടെ വൈറ്റ് കസ്കസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ 1 നുള്ളു ഗരം മസാല ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, ഫസ്റ്റ് റോ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ആ ടേസ്റ്റൊക്കെ ഇറങ്ങി വന്നോളും. പിന്നെ ഇതിൽ ഗരം മസാലേൻ്റെ ടേസ്റ്റ് അങ്ങനെ കൂടിപ്പോയാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ഈ കറിക്ക് കിട്ടില്ല. ഇപ്പോൾ കറിയൊക്കെ റെഡിയായി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് മൂടി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് 1.5 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ വെളിച്ചെണ്ണ ചേർക്കരുത്. അങ്ങനെ ചേർക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ചേർത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അത് ചൂടിൽ കിടന്നിട്ട് വീണ്ടും ചൂടാവുമല്ലേ. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അടിപൊളിയായി നമ്മുടെ വെജിറ്റബിൾ സ്റ്റ്യൂ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറച്ചുകൂടെ കൂടി വരും. നമുക്കിത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒരുപാട് പേര് നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് അതൊക്കെ വായിക്കുമ്പോൾ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.